ഇതിന്റെ മറ്റു വാർത്ത പുറത്തുവരുന്നത് മുഖ്യമന്ത്രിക്ക് വധഭീഷണി. ഇന്നലെ രാത്രിയാണ് ഡിസ്ട്രിക്ട് പോലീസ് കംപ്ലയിൻസ് സെൽ ഓഫീസിൽ ഭീഷണി സന്ദേശം എത്തിയത്. 6238168522 എന്ന നമ്പറിൽ നിന്നാണ് ഭീഷണി സന്ദേശം എത്തിയത്. സംഭവത്തിൽ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, എന്തെങ്കിലും സൂചനകളുണ്ടോ പോലീസിന് ഇങ്ങനൊരു സന്ദേശം നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുക അല്ലെങ്കിൽ കൺട്രോൾ റൂമിലേക്ക് എത്തുക എന്നൊക്കെ പറയുമ്പോൾ ഗൗരവമുള്ള സംഭവമാണ്, സംശയമില്ല. തീർച്ചയായും രഞ്ജിത്ത്, അതിന്റെ പ്രാഥമിക അന്വേഷണത്തിലാണ് പോലീസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈബർ സെല്ലുമായി ചേർന്നുകൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ തന്നെ ഈ ഒരു സന്ദേശം എന്ന് പറയുന്നത് തന്നെ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വധിക്കണം, എനിക്ക് അതിനുശേഷം പ്രശസ്തനാകണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സന്ദേശം വന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ രാത്രിയോടുകൂടിയാണ് ഈ കോൾ വരികയും പിന്നീട് പോലീസ് അതിനുവേണ്ടി അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പെട്ടെന്ന് തന്നെ അന്വേഷണത്തിലേക്ക് പോയെങ്കിലും നിലവിൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെയാണ്. നമുക്കറിയാം, ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പല ഭാഗങ്ങളിലും വന്നിരുന്നു. അതായത് കുറച്ച് മുൻപടക്കം വഞ്ചൂർ കോടതിയിലടക്കം ബോംബ് ഭീഷണി അടക്കമുള്ള പല വ്യാജ സന്ദേശങ്ങളും വന്നൊരു സമയമുണ്ടായിരുന്നു. വളരെ അടുത്തടുത്ത ദിവസങ്ങളിലടക്കം ഇങ്ങനെ പല വ്യാജ സന്ദേശങ്ങളും വന്നൊരു സമയമുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും അത്തരത്തിൽ, അതായത് മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ ഒരു വധഭീഷണി മുഴക്കിക്കൊണ്ടുള്ള സന്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തിനായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കന്റോൺമെന്റ് സ്റ്റേഷനിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സൈബർ സെല്ലുമായി ചേർന്നുകൊണ്ട് പോലീസ് ഈ ഒരു മൊബൈൽ നമ്പറിന്റെ ഉടമയെ കണ്ടെത്തി ആരിൽ നിന്നാണ് ഈ ഒരു സന്ദേശം വന്നതെന്നുള്ള അന്വേഷണത്തിലേക്ക് എത്തുകയാണ് രഞ്ജിത്ത്. അതാണ് ഏതായാലും മുഖ്യമന്ത്രിക്ക് വധഭീഷണി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്.